ഭാഗമായി കടമത്ത് കമ്മട്ടിപ്പാടം ക്ലബിന്റെ ബാനറിൽ കടമത്ത് ബഹ്റിൻ നാദം നാടക സമിതിയിലെ ഹാസ്യ താരങ്ങളും അമിനി തെക്കൻ തനിമയിലെ ഹാസ്യ സാമ്രാട്ടുകളും ഒരേ വേദിയിൽ കടമത്തിലെ കലാസ്നേഹികൾ എന്നും മനസ്സിലേറ്റിയ ചിരിയുടെ രാജാക്കന്മാർ ഒന്നിക്കുന്നു. നിങ്ങളെ മനം കുളിർക്കെ ചിരിപ്പിക്കാൻ, മനസ്സിൽ ചിരിയുടെ പൂത്തിരി കത്തിക്കാൻ, നിങ്ങൾ ഓർത്തോർ ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഞങ്ങൾ നിങ്ങളിലേക്ക് ചിരിയുടെ മാലപ്പടക്കം നിറച്ച ഹാസ്യ നാടകവുമായി ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ. രചന സംവിധാനം ഉൾനാടൻ കടമത്ത്, ശബ്ദ സംയോജനം സത്താർ കടമത്ത്, ശബ്ദാലങ്കാരം ഫജർ സാദിഖ, ജലീൽ കിളിച്ചോട, ഉൾനാടൻ കടമത്ത്, സത്താർ അമിനി, അൻസാർ നല്ലാൽ. കഥാപാത്രങ്ങൾ വേഷമിടുന്നവർ: കൊട്ടാരം സൈദലവി ഹാജി മൂസൗവ അമിനി, കാച്ചിൽക്കാട് കദിഷ നൂർ അമിനി, കാച്ചിൽക്കാട് ഷുക്കൂർ NH സയ്യിദ്, പാറപ്പുറം ഷേക്കുട്ടി ചെറിയഗോയ അമിനി, നെച്ചിൽപുര ഇമ്പിച്ചി ഹാജി സത്താർ ആശാരോട്, കാണ്ടൽപുര ഫക്കീർ UP സൈനുല്ലാബി, നെച്ചിൽപുര സാലിഹ ഹസീന അമിനി, ഷക്കീബ് കേണൽ അബ്ദുൽ ഖാദർ കടമത്ത്, ഐദ്രോസ് മുസ്ലിയാർ അൻസാർ കടമത്ത്, ആറ്റക്കോയ ദീപാനി ഹുദൈഫ കടമത്ത്. വസ്ത്രാലങ്കാരം ഷാഫി പാത്താട്. ഈ നാടകത്തെക്കുറിച്ച് രണ്ട് വാക്ക്. ഒരു പെൺകുട്ടി തന്റെ യൗവനത്തിൽ സ്നേഹിച്ച പുരുഷനെ സ്വന്തമാക്കാൻ സഹിച്ച ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സഹിഷ്ണുതയുടെയും കാത്തിരിപ്പിന്റെയും കഥയാണ് ഓൾ കാത്ത കാനോ. തറവാട്ട് മഹിമയുടെയും കുല മഹിമയുടെയും ഉദ്യോഗത്തിന്റെയും പേരിൽ സ്വന്തം മകളുടെ ആഗ്രഹം പൂവണീച്ച പട്ടാളക്കാരനായ പിതാവിന് പറ്റിയ അമളിയോർത്ത് വിലപിക്കേണ്ടി വന്ന ഒരു പിതാവിന്റെ കഥ. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് പിടിപെട്ട മാസ്മര ജീവിതത്തിനു വേണ്ടി കള്ളിനും കഞ്ചാവിനും MDMനും അടിമപ്പെട്ട് ജീവിതം ഹോമിക്കുന്ന യുവതലമുറയ്ക്ക് ഹാസ്യത്തിൽ ചാലിച്ച ഈ നാടകം ഒരു പുത്തൻ ഉണർവ് പകർന്നെങ്കിൽ എന്ന ആഗ്രഹത്തോടെ ഈ നാടകം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സവിനിമയം സമർപ്പിക്കും. ഈ നാടകത്തിലെ കഥയും കഥാപാത്രവും എന്റെ സാങ്കല്പികവും ഭാവന സൃഷ്ടിയുമാണ്. ഇതിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരുവിധ സാദൃശ്യവും ഇല്ല. അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് യാദൃശ്ചികം മാത്രം. നന്ദി. SM സ്റ്റുഡിയോ കടമത്ത്, ലുലു ഷോ അമിനി, സജന ഡിജിറ്റൽ സ്റ്റുഡിയോ കടമത്ത്. അല്ല, ഇപ്പോഴത്തെ കോളിക്ക് താൻ റാക്കില്ലേ? രാവും കരയുണ്ട്, പകലും കരയുണ്ട്. കദീഷ അല്ലേ കദീഷ, നീ ഇളയല്ലേ ഒരുക്ക കോളി കൂണ്ട തിരുവേലി സുബ വാങ്ങ് കൊടുപ്പാങ്ങായിപ്പ ഇളയല്ലേ ഒരുക്ക. അല്ലേ നിങ്ങ ഇപ്പൊ എന്നെ പറയേണ്ടത്? കോളി നിലാവ് കണ്ടാലും കൂകും. നിങ്ങളെ ചെറുനാവും കുട്ടികൾക്കാക്കണം ഇറങ്ങുവന്നു. ആ, നാം പള്ളിക്ക് പോട്ട്, നീങ്ങളൊന്ന് നസ്കരിച്ചോട്. ഇന്നിറങ്ങായേ അലി ബലാളെ, ഇന്നിറങ്ങായേ, ഇന്നിറങ്ങാൽ നസ്കാരം ഹലായിപ്പോ. ഈ മനുഷ്യങ്ങ നമ്മ ഒരു പഠിക്കാൻ ഫത്വാങ് ഈ മനുഷ്യൻ പുട. നിങ്ങ ഒരു കാര്യം ചെയ്യും, തലേട്ടോടെ തണ്ണി വീത്തി പള്ളിക്ക് നടന്നോട്ടെ, നാം ബാങ്ക് കൊടുത്ത് നടന്നോട്. അല്ല മോനെ ശുക്കൂറെ, എനിക്ക് എന്നെ വന്ന മോനെ, നീ വന്നത് ഉമ്മയെ കൂടെ പറലാ മോനെ. അല്ല നീ എന്നെ കണ്ട് പേടിച്ചത്, നമ്മ മിറ്റത്ത് നാങ്ങിയതും കണ്ടേരല്ലോ. നാൻ കണ്ടേ ആയിക്കുനി പുറത്തൊരു മുടി നീണ്ട ജിന്നിനെ. നാക്കറിയാ. അല്ല നിന്ന തോന്നലാർക്ക്? നീ ഏതാ കിനാവ് കണ്ട് ഇളന്നതാർക്ക്? അങ്ങനെ അല്ലേ ഇറങ്ങേണ്ടത്? അല്ല നീ ഒരു കാര്യം ചെയ്യ്, ചവട്ടി പുതച്ച് കിടന്ന് ഇറങ്ങ്. കദീഷ
അല്ലി കദീഷ കദീഷ ചായ കൊണ്ടുപോയേ വീളച്ചി കിട്ടന്നെ പാരക്കോലയും ചിരികേരി പിന്നെ കദീഷ എളുന്നേരി നാം പൊടി നോക്കിട്ട് നാം പൊളിച്ചു പോയത് നിങ്ങൾക്ക് എല്ലാവർക്കും തിരിഞ്ഞിനെ വീളാതെ കിടന്നിറങ്ങിപ്പന നന്നെയും പൊളിച്ച ചാതിയെ കിടന്നിറങ്ങിപ്പന നാൻ ചെന്നി കിടന്നേന്ന വലി പൊടിയില്ല നാം പൊടി നോക്കിട്ട് തുടങ്ങിപ്പാൻ സുബേന വെള്ളക്ക് തന്നെയും കാറ ഉരുക്കാൻ നിർത്തി കാറൽ അല്ലേ വമ്പനെ നാൻ കക്കൂസിനൊക്കെ പോയ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ കൂട്ടി തരും പമ്മനെ? അതില്ലേ നാം കിനാവേന്നും കണ്ടിനായി കദീഷ കക്കൂസിനുള്ളത് കദീഷ ശുക്കൂറിലെന്നേരി ഓ എന്നെ ഇടുവാൻ ഓനൊങ്ങിപ്പ ഇടരാവ് ഓൻ താൻ പേടിച്ച് രാവ് ഇറങ്ങിയും കൂടിയില്ല നന്നാ പാട്ടൊങ്ങിപ്പ പുതച്ചോണ്ടിറങ്ങണ്ടത് എന്നും പേടിച്ചിറങ്ങേണ്ടത് ഓങ്ങാരെയും കാപ്പാൻ പോയിനായി അല്ലേ നിങ്ങ പള്ളിക്ക് പുറപ്പെട്ടേലി അപ്പ ഓങ്ങിളന്ന് മുത്തരം കൊടുപ്പാൻ പുറത്തൊക്കെ പുറപ്പെട്ട എന്നിട്ട് ഓങ് എന്നെ ചെയ്തിനെ എന്നിട്ടും പേടിച്ചോണ്ട് വന്ന് എന്നാ കൂടെ ചോരണ്ട ഉമ്മ മിറ്റത്ത് കസേര വെച്ച് ഒരു ജിന്നളച്ചോണ്ട് ആടുണ്ട്. ജിന്നിനെ കാണാതെ എന്നെ ചെയ്യും ഓങ് ഈ ബൈസിനിടയ്ക്ക് ഉരുക്കെങ്കിലും പള്ളിയേറിന് ഉള്ള പണി തന്നെ ആ മൊബൈൽ തുറന്ന് അള്ളച്ച് അക്കാട്ടും ഇത്തീട്ടും ഓം പോണ്ടതും വേം പോണ്ടതും കാണേണ്ട പണി ഇതില്ലേ ഇപ്പഴത്തെ പണി. ഇപ്പഴത്തെ മക്കളെ പക്കല്ലേ പോണ്ടത് തന്നെ ഓനും പൊടിയില്ല നാക്ക് പൊടിയില്ല ഇപ്പഴത്തെ മക്ക ഇപ്പോക്ക് പോയെങ്കിൽ എവിടെ പോയി എത്തുങ്ങ മക്കളെ നിങ്ങളെല്ലാം സൂക്ഷിച്ചോ. നിങ്ങളെ ചറനാവ് കൂട്ടിക്കോവമ്പനെ സുബേളെ തന്നെ തുടങ്ങിപ്പങ്ങോനാ കുറ്റവും പറവ നിങ്ങൾക്ക് താൻ വേറെ ഏതും പറവാങ്ങില്ലേ? പറവ ഒരു ഷാക്കളേ ഉണ്ട്. കദീഷ നീ എന്നെ കൊണ്ട് ഫലം ഹറിയിപ്പിക്കരുത്. തെറ്റ് കണ്ടാൽ പറഞ്ഞു തിരുത്തോണം. അതിനുമ്മ പണിയാണ്ടേ. അസ്സലാമലൈക്കും ആചാറേ. നിങ്ങ രണ്ടാളെയും കണ്ടാലെന്തോ കുത്തിയത്തിലച്ച കോളെ മാതിരിയിലോ. ബമ്പനു സുബേന വെള്ളക്ക് തന്നെ ശുക്കൂറ കുറ്റം പറകാതെ അന്നറാഹത്താകാം. എന്നെ പന്ന ആചാറേ. ഓനും മൂത്രം പടുപ്പാൻ പുറത്തില്ലാതെ ഈനാവുള്ള ഇടങ്ങില്ലേ വേനും നാ ഈനാവുള്ള ഫളങ്ങിന കക്കൂസ് പച്ചേലി ഓം പുറപ്പെട്ടു പോലും ഒരു ജിന്നിനെ കണ്ട. എന്നെ ജിന്നിനെ കണ്ടി? അത് ശരി താങ്ങലോ. ഈനാ ഉള്ളു തൂറോപ്യൻ കക്കൂസ് പച്ചേലി പിന്നെ വേം പുറത്ത് അന്നും പടുക്കേണ്ടത്. അല്ല മണ്ടൻ ചേക്കൂട്ടി, യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ലാതെ യൂറോപ്യൻ ക്ലോസറ്റ് അത് ഓനാ ചീലം. ഉപ്പ് തിന്നെ വായിക്ക് തപ്പ് വരായ കുഞ്ഞി. ഇത്താണ് ശീലങ്ങ കദീഷ നീ ഓനെ പഠിപ്പിച്ചത്. നീ ആണ്ട് ഓനെ പിടക്കാക്കിയത്. ഒരു പണിയെങ്കില്ല ഒരു തെണ്ടോങ്ങില്ല. തിരിഞ്ഞലാശയെക്കുട്ടി നിൽക്കും വേണ്ടി പറയണ്ടാണ് ഞാൻ വെറുതെ മൊബൈലും കുത്തി സമയം കളയണ്ട. ആചാറേ ഷെയ്ക്കിണ്ട മക്കളെ തീട്ടം കണ്ടാലറിയും എന്നില്ലി ചൊല്ലേണ്ടത് ഭയമക്കാറ്. ഓൻ പഠിച്ചാകണ്ടതില്ലേ പണി കിട്ടാൽ ഓന് നന്നായി പോകാർക്ക്. എവിടെ നന്നാകും കദീഷ? പണ്ടെല്ലാം ഞങ്ങ ബാപ്പയെ ബൈലിൽ തന്നെ ലാഗുണ്ടായി. ബാപ്പ എന്ന് ചെയ്യണ്ട അത് ഞങ്ങൾ നോക്കി പഠിക്കണ്ടായി. ആ പഠിച്ച കൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ജീവിക്കേണ്ടത്. പുടിയുണ്ടല്ല ചേക്കുട്ടി നിൽക്കുന്നത്. ചേക്കുട്ടി നൂ ഇന്ന് ഔണിന്ത്യ പാകളെ തേങ്ങാടിപ്പാൻ പോണ്ടാടി. അവിടെയുള്ള തുടവും ചുളല ഒന്ന് കുടിച്ചിട്ടില്ല ഇന്ന് വിടാ. ആയിക്കോട്ടെ ചുളല കുടിക്കില്ല. ആചാർക്കൊരു കാര്യം പറവാങ്ങോണ്ട് ഉമ്മ തെക്കൻ ചെറ്റേ വാഴ തെയ്ത്തെങ്ങനെ ഇടുപ്പിനെ ചെറ്റേ മൂസ കട്ടം മൂരുണ്ട്. അല്ല നിന്ന ബാപത്ത് ഓങ് എന്നാ കൂടെ കേട്ടിനാഞ്ഞ് നാ മൂരികെന്നും ചൊല്ലീന നീക്കെന്നെങ്കി ഇപ്പൊ നീ അതെല്ലാം നോക്കാൻ പോണ്ട. ബെല്ലി കൊടുക്കാതെ കദീഷയ്ക്ക് സിർക്കേ മീരൻ തരുവേലി ഉള്ളേ പോരാത്തേനും തേങ്ങയും പെരുകും. ഇങ്ങേ വാ കദീഷയ്ക്ക് തിരിക്കായേ. അത് ബേജാറാവണ്ട ബമ്പനെ ഹിബിശിയമ്പമ്മ നന്നാ കൂടെ ചൊല്ലേലോ. ഇക്കാര്യം പറയാൻ വേണ്ടി ഒരു ദിവസം ഞാൻ ബന്നിന ഞാൻ മറന്നവ. എന്നാ ചക്കരേ എന്നാ മുളകരി എന്നാ പുണ്ടി ബുട്ടുകള മോളെ ബുട്ടുകള. മതി 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 ഭ്രമിച്ചത് മതി. പ്രേമിപ്പാൻ പറ്റിയൊരു പ്രായം. കദീഷ 55 വയസ്സെങ്കിലും നാക്കിപ്പണം 30 പവറാണ് ഉള്ളത്. നിക്കത് മനസ്സിലാവുമല്ലോ. ഇനി യായ്ക്കുഞ്ഞി ആചാർക്ക് കൂടി വന്നാൽ ഒരു 55 വയസ്സ് അയിനാമേലക്ക് പോക. ചേക്കുട്ടി കൂടെ കിടക്കണ്ടോക്കില്ലേ രാപ്പനി അറിവാ. അപ്പൊ ആചാർക്ക് നീറിളക്കത്തെ പനിയുണ്ടാ? അല്ല ഓളൊരു പയഞ്ചൽ ചൊല്ലേതില്ലേ അത് നീ വലിയ കാര്യം ആക്കോണ്ട.
ദയ്യ നാം പോണ്ട്, നാക്ക് കൂടത്തെ പണിയുണ്ട്. നിങ്ങളെ വിഷയം കേട്ടാൽ നാക്ക പണി തീരാ. നാം പിന്നെ ആചാര വയസ്സിനെ കാര്യം പറഞ്ഞത് യായ്ക്കുന്നെ വിറപ്പിക്കൊണ്ടാന്ന് വിചാരിച്ച്. സത്യത്തിൽ ആചാർക്ക് എത്ര വയസ്സ്? 100. അല്ല നിക്ക് ഫിരാന്ത. ഇമ്പൈൻ്റെ ദിൽഹായ മാസത്തേക്ക് 56 വയസ്സ്. നിക്ക് കാണൂല എന്നാ ഓട്ടവും ചാട്ടവും. ഇനി എവിടെ വേണമെങ്കിലും ഞാൻ ചാടും, ഞാൻ ഓടും. ബുട്ടുകളെ ആചാർ എവിടെ ചാടണ്ടേന്നും എവിടെ ഓടണ്ടേന്ന് നാക്ക് പുടിയുണ്ട്. ബുട്ടേ ലേ കൂടെ നാക്ക് വീൽക്കൊള്ളാരപ്പാൻ പിടിച്ചതോ ഇല്ല നീക്ക് വീൽക്കൊള്ളാരപ്പാൻ പിടിച്ചതോ? മുതലാളിക്ക് ബീൾക്കൊള്ളാരപ്പാനും മുതലാളിക്ക് റോട്ടിലെ പോണ്ട പെണ്ണുങ്ങളെ കാണാരപ്പാനെങ്ങാണ്ടി നാം കൂടെ പിടിച്ചത്. കള്ള ഹൈബാന് ഫിരേത്തിയാൽ നീ കൂടെ ഫുട്ടെ. ഫിരത്തെ കാര്യം നാം മറന്നത് മുതലാളി. അസ്സലാമു അലൈക്കും മലവി ഹാജി. ഈച്ച സുബേളെ തന്നെ ചക്കര പക്കൽ തന്നെയല്ലോ. വലയ്ക്കും ഇമ്പിച്ച് സാധാരണ ഈച്ച ചക്കരക്കുടയിൽ ഉണ്ടാവാ. അത് നാക്ക് കൊള്ളുവാൻ പറഞ്ഞതിലോ ഉമ്പിച്ചി. ആചാറുള്ളത് കൊണ്ട് നാം ഒപ്പിച്ചോട്ടിച്ചോണ്ട് പോണ്ടത്. ഷേക്കുട്ടെ വിഷയം കേട്ടാൽ ആരാം പേരിക്കും വേനും പേനാ മക്കളും റോട്ട് തോർത്തും പുട്ടുള്ള അച്ഛനെന്ന്. ആചാരക്കാളും തേങ്ങ നിന്നവിടെ എത്ര ഉണ്ട്? നീ തേങ്ങ കൊടുത്ത് വെള്ളി വേണ്ടി ബാങ്കിൽ ഇട്ടേലി. അലവി ആചാറേ നാം വന്നത് നന്നാ മോളാക്കാരെത്തും ഒരു തീരുമാനം അറിവ. ഓളാവസ്ഥ നിങ്ങളും കാണണ്ടയില്ലേ? ഇമ്പിച്ച് പറഞ്ഞ കാര്യത്തും തീരുമാനം എടുക്കേണ്ടത് നാങ്ങില്ല. എന്നാമോ ശുക്കൂറാണ്ടി ഓങ്ങില്ലി കെട്ടിപ്പറക്കേണ്ടത്. അവളാ ഇഷ്ടം മുറിച്ച് ആചാർക്ക് എത്ര കാലം പിടിച്ചു നിൽപ്പാൻ കളിയും? ബാപ്പാമാ വീട് പറയേണ്ട കാലം കഴിഞ്ഞവ. ഇനിയുള്ള എല്ലാം മക്കളൊക്കെ മക്ക എന്നെ കൊണ്ടുവന്ന് അത് ഇമ്പിച്ച് പടച്ചോനും ഒക്കാത്ത കാര്യം പറകായേ നാങ് ഒരാളെ ഇഷ്ടവും മുറിച്ചേല. ആചാർക്ക് നിലേമ്പിലെ നോക്കോണ്ടേ കല്യാണം വേണ്ടത് കുട്ടിയും കോലം കളിക്കണ്ട. എന്നാ മോൻ ശുക്കൂർക്ക് ഇഷ്ടങ്ങ അത് നാക്ക് തല മേലും ഇഷ്ടം. ആചാർ ഇല്ല ഇല്ലി കെട്ടേണ്ടത്, ശുക്കൂർ ഇല്ലി കെട്ടേണ്ടത്. ആചാർക്ക് കുടുംബമാനോ നോക്കോണ്ടേ. അലവി ഹാജി ഞങ്ങ ഇന്നാട്ടിലെ പഴയ തറവാട്ടുകാരാണ്ട് അത് നിങ്ങ മറന്നു പോകരുത്. പിന്നെ എന്നെ ഞങ്ങളെ കാരണവമ്മ വിറ്റും വിതച്ച് ഞങ്ങ ഈ അവസ്ഥ ആയിപ്പേ. ബന്നബൈ ആരും മറന്നു പോകരുത്, തല മറന്ന് എണ്ണ തേക്കരുത്. മുതലാളി കുത്താമ്പൈന്റെ ഫോത്തിനെ കൂടെ ഭേദം ഓതിട്ട് എന്നെ കാര്യം ശക്കി കൊത്ത ശങ്കരം. നാങ് ഇമ്പിച്ചെ കൂടെ കെട്ടിക്ക എന്ന് ഞാൻ ചൊല്ലില്ലല്ലോ. ഓൻ സമ്മതിക്കുന്നെങ്കിൽ നാങ് എപ്പോഴും തയ്യാർ. അലവി ഹാജി നിങ്ങളെ മോനെ കിനാവ് കണ്ട് നന്നാ മോൾ ഈ അവസ്ഥ ആയിട്ട് എത്ര കൊടികുത്തേ ബന്ധം ഞങ്ങളോട് വന്നുവേ അതൊന്നും ഓള് സമ്മതിപ്പേല. ആ എന്നാ പിന്നെ നിങ്ങ അത് കെട്ടിച്ചാ പോരാഞ്ഞി ഈ അവസ്ഥ വരുങ്ങാഞ്ഞി. നാങ് ആനക്കാരൻ പറഞ്ഞാൽ ചേക്കുട്ടി നീ സേനക്കാരൻ പറകായെ തലയൂടെ ഉള്ളേരം ബാലെന്നുങ്ങല്ല ആടേണ്ടത്. നിങ്ങ ഇതുവരെ വന്നതില്ലേ? നാങ് ഓനാതും ഓനാ ഉമ്മ കതീശെ കൂടെ ആലോചിക്കിട്ട് എന്നിട്ട് നൂ തീരുമാനിപ്പാം. ആ അത് മതി. നിങ്ങ നല്ലൊരു തീരുമാനം എടുത്ത് നന്നെ മോളെ സലാമത്താക്കും. സിലാമത്താവും ആചാർ എന്നെ ഫേറ്റാട്ടിയാഞ്ഞി. അല്ല 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 മണ്ടൻ ചേക്കുട്ടി ആലോചിച്ച് തീരുമാനം എടുപ്പാൻ ചൊല്ലേതില്ലാതെ നിന്നാ കൂടെ പ്രസവം എടുപ്പാൻ ചൊല്ലേതില്ല. നങ്ങ പിന്നെ നടക്കട്ടെ ആചാറേ. ഇമ്പിച്ചേ ഇനി ചായയും കുടിച്ചു പോവാ. ഇല്ല ഇപ്പൊ ചായയും ഏതും വേണ്ട, ഞാൻ കഞ്ഞിയും കൂടി വെച്ച് വന്നത്. അതില്ലേ ഇപ്പുറത്ത് എന്തോ ഒച്ചയും കലമ്പലം കേട്ട് അത് എന്നതാണ്? യായ് കുഞ്ഞി ഇമ്പിച്ചി പന്നെ മോളാ കാര്യം പറഞ്ഞച്ചു പോയിപ്പനെ. എന്നെ സംഭവിച്ചാല് ഓൻ സമ്മതിക്കാത്ത കാലത്തോളം ബമ്പന് ഇത് നടക്കായേ. കതീശ നീ വന്നടങ്ങ്. നൂ സമ്മതിച്ചേലോ നീ തുള്ളണ്ട എന്നും നിന്നാ തുള്ളൽ കൊണ്ട് എന്നാ നഞ്ചു തുള്ളിപ്പ. നീ അടങ്ങ്. അടങ്ങിപ്പ. ബമ്പ ഒരു കാര്യം ചെയ്യ്, ശേക്കുട്ടിയെ വിളിച്ച് ഈ ലിസ്റ്റിലുള്ള പച്ചക്കറി എടുക്കാ മേടിച്ചോണ്ട് വാ. കതീശ ഓൻ ചുക്കൂർ ഇളുന്നേലി. ഓങ്ങളിന്നേല് ഇളുന്നാവോങ്ങ എന്നെ മലമറിക്കുങ്ങ. ശാലമുത്ത ക്രിക്കറ്റ് കളിപ്പാൻ പോകും. കതീശ ഓന് മൊബൈൽ കുത്തലും ക്രിക്കറ്റ് കളിയുമില്ലാതെ മറ്റേതും കൊണ്ടാ ഓങ്ങളിന്നാ ചൊല്ല കൊപ്പരെ മൂട്ടെങ്കിലും ഒരു കടുത്തൊക്കെ എന്ന് ചൊല്ല്. നടല്ലാ പോവാ. പച്ചക്കറിയെങ്കിൽ പച്ചക്കറി. ആചാരേ നേടാ പിന്നെ പച്ചക്കറിക്ക് പോയിക്കളോ. നന്നാ പുന്നാര മോനും ചോറ് പാടാൻ സമയം കൊണ്ടാ.
സമയം എവിടെയുണ്ട് ഓനാ കൈ പോണുണ്ടെങ്കിൽ 24 മണിക്കൂർ ഓങ്ങ പോണിനുള്ളു. അത് മാത്രമില്ല, ഒരു ക്രിക്കറ്റ് ബാറ്റങ്ങാങ് ഓനാ കൈ കിട്ടാൻ പിന്നെ ചങ്ങാത്തന്മാരെയും കൂട്ടിക്കൊണ്ട് ക്രിക്കറ്റ് കളിപ്പാൻ പോകും. എന്നെ ശിവ, ഇവിടെ ഉണ്ടാക്കേണ്ട വജീനങ്ങെല്ലാം നാൻ തന്നെ തിന്നോണ്ട് പോയി എന്നാ വേറും വളർന്നുക നാനും വളർന്നുക. അതില്ലേ പച്ചക്കറിക്ക് പോയുള്ള ആട്ടോങ്ങില്ല അനക്കോങ്ങല്ല അല്ല ഇവയുടെയും പട്ടുകന. ഇതല്ലേ ഇന്ന അച്ചക്കറി കൂടല്ല ഓള പച്ചക്കറി എല്ലാം ഓക്കേട്ട് പുളുക്കി ചിരിഞ്ഞൂട്. ഇതാര് തിന്നുണ്ടെന്ന് നാക്കറിയാം. നാളെ കഴിഞ്ഞാ ചൊല്ല് പമ്പനും ചേക്കുട്ടിയും സുബേക്കില്ലേ പോയത് പമ്പന് ഇത്ര വാർത്തയാ അവിടെ. കദീഷ പുറത്തന്നെ ബീൽ എന്നാ കട്ടിപ്പുളുവേ നടപ്പാൻ കളിയാ. അപ്പ നമ്മ നാട്ടിൽ അത്ര തറതലുണ്ടാണ്, അത് നോക്കി പോയാ പോരാഞ്ഞ്. തണൽ തപ്പി നടന്നാണ് ഈ പാർത്തത്. നീ വിചാരിക്കുന്ന അങ്ങ് അവിടെ പോയിനെന്ന്. ബമ്പനെ എല്ലാ പച്ചക്കറിയും വേണ്ടിനാനി ഞാൻ തന്നെ ലിസ്റ്റ് പോലെ. യായ്ക്കുഞ്ഞി ഈന അവസാനത്തിളുതേത് നങ്ങ വേണ്ടയില്ല. നേറുതാ അവസാനത്തിളുതേത് നിന്നെ ആങ്ങളെ വെച്ച് വേണ്ടിച്ചോ. നിങ്ങൾക്കൂടിയുണ്ട് അവസാനത്തിളുതേ എന്നെയാന്ന് 4 നാറികളെ വേണ്ടിക്കൊണ്ട് വരികയെന്ന്. ഇന്ന തുണി വേണ്ടിക്കൊണ്ട് വരുവാൻ ചൊല്ലു. നന്നാറ് വേണ്ടിയെന്ന് ചൊല്ലിയത് ഹിയാമത്തെ ചൂടില്ലേ ജ്യൂസ് അടിപ്പാൻ വേണ്ടിക്ക്. നിന്ന മലയാളത്തും ലിപി കണ്ടുപിടിച്ചതാര്? നീ തക്കാളി എഴുതിയ എന്നെന്ന് കക്കാളിയെന്ന്. ഉരുളക്കിഴങ്ങിന് പൊട്ടിൻ്റെ എന്നൊരു എഴുതിയത്, പച്ചമുളകിനോ കൊക്കമുളകെന്ന പോലെ എഴുതിയത്. വെണ്ട എഴുതിയതോ വേണ്ടാന്ന് പോലെ എഴുതിയില്ല. നേർക്ക് പോലും മലയാളങ്ങളും നിൽക്ക മുടിയില്ല. നീ ഇതാവിടെ പഠിച്ചത്. യായ്ക്കുഞ്ഞി എന്നാ 2ാം ക്ലാസ് പഠിക്കേണ്ട കുഞ്ഞി പോലും ഇമ്മാതിരി ലീസ്റ്റ് എഴുതാ. എമ്മാതിരി ലീസ്റ്റ്. ഈ ലീസ്റ്റ് വായിച്ച് എന്നാ കിളി പോയിപ്പേ. ആ എഴുതിയ തന്നെ ആയാലും സാധനങ്ങളെല്ലാം കിട്ടിപ്പോയില്ലേ, അത് മതി. വമ്പനെ നാം മലയാളത്തിൽ വമ്പനും ലിസ്റ്റ് എഴുതി തന്നത് ഇല്ലാതെ അറബിയെ നിങ്ങൾ എഴുതി തന്നെ. കദീഷ പിന്നൊരു കാര്യം പൊടിയുണ്ട്. അതിക്ക് ശുക്കൂറക്കൂടെ പഠിച്ച ആ അക്രമങ്ങില്ലേ ആചാരേ അക്രമങ്ങില്ല അക്രം. ആ അത് ഓൻ ജംഗ്ഷൻ്റെ എന്നാ മുഖത്തൊക്കെ നോക്കിക്കൊണ്ട് കേക്കണ്ട. ബമ്പനെ ഹൗ ആർ യു കോയി ഓനാ ഇംഗ്ലീഷ് കേട്ട് നങ്ങ രണ്ടും ബാഫളന്ന് നിന്ന് വേലി എന്നാ ഞഞ്ഞത്തിലെ ഒരു 5 മുടിയുണ്ടായ അത് വരെ പറന്ന് പോയ. അക്രം ഇംഗ്ലീഷും പറകും ഹിന്ദിയും പറകും. ഓനാ ഉള്ളുള്ളത് കഞ്ചാവും ഞണ്ടിയമ്മങ്ങാണ്ട്. അപ്പൊ ഓൻ അതും പറകും അതിനപ്പുറവും പറകും. അപ്പൊ വമ്പനെ കൈയുള്ള മുടി എഴുന്നേലാങ്ങി. യായ്ക്കുഞ്ഞി ആചാര കൈ നേരെ ഡേനിങ് ടേബിള കാൽ പോലെ ആയിപ്പേ. നന്നാ ചുക്കൂർക്ക് ഇംഗ്ലീഷ് നല്ലോണം വായിപ്പാനും പിടിയുണ്ട് എഴുതാനും പിടിയുണ്ട്. അതുകൊണ്ടില്ലേ ഓനോ ഉദ്യോഗത്വം സെലക്ഷൻ കിട്ടിയത്. അറിയും, നല്ലതുപോലെ അറിയും. അതുകൊണ്ടില്ലേ ശുക്കൂർ എന്നുള്ളതിൻ്റെ ഇടത്തൊക്കെ സുക്കൂർ എന്നുള്ളതിയത്. ഓ ഇത്തിന ഉള്ളുണ്ട്. അങ്കനവാടി പഠിക്കേണ്ട സമയത്ത് ഓനാ ഓരോ നോട്ട് നാം പഠിപ്പിക്കണ്ടേ ഓനെ. വിത്ത് ഗുണം 10 ഗുണം മുക്രി നിന്ന് പാത്താൽ മക്ക നടന്ന് പാത്തു. ചേക്കുട്ടി വേണ്ട നിന്നാ ഒരു ഫളം ചൊല്ല്. ഓനാ വാപ്പയെ കൂടെ ഞാൻ ചൊല്ലേലി ഓനെ സ്കൂളൊക്കെ ചേർക്കേണ്ട സമയത്ത് TV അച്ഛനൊക്കെ വിടുകയെന്ന്. എന്നിട്ടുണ്ടാ ഇയാൾ കേട്ടെ. എവിടെ ചേർപ്പ അപ്പവും ഉസ്കൂറൊന്നും എഴുതിയത് തെറ്റില്ല. കദീഷ എവിടാ നിന്ന ബീഫ്? ഓനെ പോത്തൊന്നും വിളിച്ച് നാം മടുത്തവൻ ഇനി ബീഫ് എന്ന് നല്ല വിളിക്കട്ടെ. സ്വന്തം മോനെ ബീഫെന്ന് വിളിക്കേണ്ട ഒരു വാപ്പ. പമ്പനെ അവസാന കാലത്ത് ഓന ഇല്ലാതെ വേറെ ആരെയും നോക്കി കിട്ടായേ. യായ്ക്കുഞ്ഞി ശുക്കൂർ എന്നെ നിങ്ങളെ ക്ലൈമാക്സ് കാണാൻ നിൽക്കണ്ടോങ്ങ. നല്ല കാലത്ത് ബാപ്പയും ഉമ്മയും നോക്കാത്തും വയസ്സായാലും നോക്കുങ്ങന്ന് ഇത്ര ഉറപ്പേണ്ടത്. കദീഷ നാങ് ഒന്ന് നടു നിവർത്തി ഒന്ന് കിടക്കട്ട്. ബമ്പന നടുവന്നെ നേർത്താം നടുവന്നെ കുടയാ. കദീഷ പച്ചക്കറിക്കെല്ലാം എന്നെ ബില കരിയാതെ ചെയ്യും എന്നത്. യായ്ക്കുഞ്ഞി പൂന 5 കാണാം ചെടി വച്ചിടത്തൊക്കെ പച്ചക്കറി വച്ചാ പോരാഞ്ഞി. ചേക്കുട്ടി നീ ഉച്ച കഴിഞ്ഞാലെങ്കിലും ആ തേങ്ങ വന്ന് ഇടിയിച്ചോണ്ട് വായേ. അല്ല ചേക്കുട്ടി ചുഴലടിപ്പാ മറക്കായേ. ആചാർ ബേജാറാവണ്ട, അത് നാങ് ഏറ്റിനെ നാങ് ഒന്ന് ബൈൻ്റെ. അല്ല മോനെ ശുക്കൂറേ, നീ ഇത്ര സമയം എവിടാഞ്ഞ? നാം കളിപ്പാൻ പോയിനാഞ്ഞ യായ്ക്കുഞ്ഞി. അല്ല മോനെ, നിന്ന പ്രായത്ത് നിന്ന വാപ്പ ഉണ്ടാക്കിയതാണ്ടെങ്കിൽ കണ്ടതെല്ലാം നീ എന്നെ ഉണ്ടാക്കി വച്ചന. ബാപ്പ അധ്വാനിച്ചുണ്ടാക്കിയത് നാക്കില്ലി, അതെല്ലാം നാം അനുഭവിക്കും പോരെ. അല്ല ഉഷാറ് പറയ നിന്ന വാവ ഉള്ളുണ്ട് അയാൾക്ക് കേക്കും. ഇന്ന് ബമ്പങ് എവിടെയും പോയലി യായ്ക്കുഞ്ഞി. നടുവരുത്തങ്ങന്ന് ചൊല്ലി റങ്ങുവാൻ കിടന്നതാണ്ട് ബാപ്പ ഇറങ്ങണ്ടേ. അതുകൊണ്ട് നീ TV ഉഷാറിങ്ങിയതും ബൈക്കൊണ്ട പാട്ടും ബൈക്കൊണ്ട മെല്ലെ അനങ്ങാതെ അവിടെ ആളായി. ബമ്പ റങ്ങാൻ കിടന്നില്ലാതെ ഷാവ് കിടന്നേ ഇല്ലേലു. അല്ല ശുക്കൂറേ,
നിന്ന മാമ നാളെ വൈകിട്ട് നീ സാജിദേക്ക് മെസ്സേജ് അയച്ചിയാ? സത്യം പറ. സാജിദെ ഓൺലൈനിൽ കാണാൻ കാലത്ത് ഞാൻ ഹായ് എന്നൊരു മെസ്സേജ് അയച്ച് ഓളപ്പത്തിനെ സ്വിച്ച് ഓഫ് ആക്കിപ്പി. അങ്ങനെ നീ മെസ്സേജ് ഇങ്ങനെ അയക്കായല അവക്ക് നിന്നെ കണ്ണെടുത്താ കണ്ടുകൂടായേ. നിന്നാ വിളിച്ച് സാജയെ വൈപ്പിക്കാന്ന് നിന്ന മാമ ചൊല്ലിപ്പേ. എപ്പത്താൻ യാക്കുനി എന്നാ കല്യാണം? ഥൂ, കല്യാണം കഴിപ്പാൻ പറ്റിയ ഒരാൾ അവിടെയും ഇവിടെയും തേണ്ടി നടന്ന് ക്രിക്കറ്റും കളിച്ച് നീക്കിപ്പ കല്യാണം കഴിക്കണമെങ്കിലേ സല്ലാഹനത്തില്ലെങ്കിൽ നീക്കിപ്പ കല്യാണത്തെ എന്നും ഓളെ വച്ച് നാക്കുള്ള റീലെടുക്കണം. യാക്കുനി നാക്ക് ഫയിച്ചു പോയി ഏതാ? ആ ഏതായാലും മുമ്പ് കൈയും കളയച്ചു വാ. അല്ല നേസറി മക്ക കൈകള കണ്ടപ്പോയില്ലെങ്കിൽ അതും കളകായേ. ഓ അല്ല ശുക്കൂറേ നീ എവിടെ വേണം ഇങ്ങനെ വേഗം പാ. ഇപ്രായത്തിൽ തന്നെ ഓനും ഗ്രിപ്പ് കിട്ടുമല്ലേ. ബമ്പനെ നിങ്ങളെ കാലെടുത്ത് തലയെ വച്ചന് ഓങ്ങൊരു പടി ചോറ് വാട്ടോട്ട് നിങ്ങ ഓന ഫിരാകായേ. നാങ്ങേതം പറവേലയോ നിങ്ങ ഉമ്മേ മോനും ആയിക്കോവാ നിങ്ങായി നിങ്ങളെ പാടായി. അല്ല മോനെ എത്തിന ചോറിട്ടെ ഇട്ടുകൂട് 26 റുപ്യായിരിക്കേ. ഉപ്പേരിങ്ങെല്ലാം കൂട്ടി ചോറ് വാട്ടാൽ മീൻ തൊട്ട് നോക്ക എത്തിന ഇട്ടേരാ മോനെ ഉമ്മ. പയറ് കിലോത്തും 135 റുപ്യയെ. അല്ല മോനെ എത്തിന സാമ്പാറും തൊട്ട് തേറ്റ് നീ ഉളച്ച വാട്ടോട്. ഒരു കറിക്കുള്ള സാധനത്തും 250 റുപ്യയെ മോനെ. നാക്ക് സാമ്പാറിലെ കണ്ടവങ്ങ വേണ്ടായേ, നാക്ക് തണ്ണി മതി. ദയ്യ മട്ടിയെല്ലാം 4-5 ഒക്കെ പരിച്ചതുമ്മ ഇതും തേറ്റ്. ഇമാസത്തെ ഗ്യാസിനെ വെള്ളി അടച്ചേലേ മരിച്ചുകൂട്. 12 റുപ്യയെ ഒരു നാടൻ കൂളെ മട്ടക്ക് കദീശ. വമ്പ് നമ്മ വേല ഉള്ളുണ്ട് കിട്ടും. അതിനും കിടണ്ട ഭീര തെങ്ങിനത്തലെ തേങ്ങായില്ലേ. ബമ്പനെ ഓങ്ങുറുക്ക വാട്ടോട്ട് പാട്ട ചോറ്റും കണക്ക് പറയേ ചുക്കുറത്തിന വാട്ടോട്ട്. ഊനെക്കൊണ്ട് ഒരു 5 റുപ്യ പലോങ്ങില്ല കദീശ. മക്കളെയും കൂട്ടി ഒപ്പര കളച്ചാ പോരാഞ്ഞി. ഷേക്കൂട്ടി നീ പറഞ്ഞുകൂട് കദീശയ്ക്ക് തേറ്റം പൈറ്റ്. ഓങ്ങനെ ആയിപ്പ നാങ്ങിപ്പ എന്നെ പറവാ. ആചാരേ അധ്വാനിച്ച് തിന്നാൽ തടിയെ പിടിക്കും, ഇല്ലേ പാൽ അത് നായിനക്കും. അസ്സലാമലൈക്കും ആചാരേ. വലൈക്കും മുസ്സലാം. മൈലാറേ ബാളൈ നിങ്ങ ബന്നകാലിൽ നിൽക്കാതെ ലൈ അല്ലേ ഈ ഉച്ച സമയത്ത് നിങ്ങ എന്നും ബന്ന. ഇസമയത്ത് മൈലാറ് വെറുതെ വരാ എന്തോ കാര്യം കൊണ്ട്. ആചാറേ നന്നാ വരവ് ഒരു കുടുംബത്തെ രക്ഷിപ്പാൻ വേണ്ടിയാണ്ട്. മൈലിയാർക്കിപ്പ 100 കൂട്ടം കല്യാണവും കേസും ഉണ്ടായിട്ടും വന്നത് വെറുതെ ആചാറേ. ഇമ്പരവിൽ നാങ് എന്തോ എല്ലാം പ്രതീക്ഷിക്കണ്ട. ആ നൂ ഇനി ചോറും പാട്ടിച്ച് തുടങ്ങാം. ചോറ് വേണ്ട, ഒരു പ്രധാന കാര്യം പറവാമുണ്ട്. ആചാർക്ക് തിരക്കുണ്ടാ? ഞങ്ങ തെങ്ങേറ്റിപ്പാൻ പോവാൻ പോണ്ടേ ആഞ്ഞ്. നാം വരുവാൻ പന്നു പോയാ ആചാർ ഒരു 10 മിനിറ്റുള്ളായി നാം കാര്യം പറകിട്ട്. ഇത്ര സീരിയസ് കാര്യം എന്നെ മൈലാറ് പറ നാങ്ങൊന്ന് കേക്കട്ടെ. നാം ഇന്നാട്ടിലെ ഹാലിയാണ്ടേ നാട്ടിലെ കാര്യങ്ങളെല്ലാം നാം അറിയും. പലരും സങ്കടം പറവാനും വരും നന്നാനെത്തക്ക്. ഇമ്പിച്ചി ഹാജി ബന്നിനി ആഞ്ഞ് അയാളെ മോളാക്കാര്യം പറവാനും അതിനും ഒരു പരിഹാരം കാണുവാനും അതിനും വേണ്ടിയാണ്ട് നാം ആചാര കാണുവാൻ പന്നത്. എന്നാ മോനും ഇഷ്ടം കൊണ്ടാഞ്ഞ സാലിഹിയെ ഇപ്പ അക്കാര്യം പറഞ്ഞാൽ ഊൻ സമ്മതിപ്പേല. നാങ് എന്നു ചെയ്യുവാ മൈലാറെ? ശല്ലിപ്പളിപ്പിപ്പാൻ കളിയുങ്ങാ മൈലാറേ. അടക്കാങ്കിൽ മടി വൈക്കിലാങ്ങാഞ്ഞ് അടക്കാ മരങ്ങായാൽ എന്നെ ജീവാ. ശങ്കുഞ്ഞി നുമ്മാതെങ്കിൽ നുമ്മ അവസ്ഥ എന്നെയാകുമാഞ്ഞാചാറെ. സാലിഹ അവസ്ഥ നിങ്ങൾ ഒന്ന് മനസ്സിലാക്ക്. നിങ്ങളെ മോളെങ്കിൽ നിങ്ങളവസ്ഥ എങ്ങനെ ഉണ്ടാകുങ്ങാഞ്ഞ് റക്കില്ല വജീനങ്ങില്ല പഠിച്ച പണി 18 നോക്കിപ്പോയാ ഓൾക്ക് ശുക്കൂറ കിട്ടാതെ മാറ്റം വരാം. മൈലാറ് പേരിക്കിന്റെ നാക്ക് സങ്കടം ഇല്ലെന്നാ നാങ് എന്നു ചെയ്യുവാ മൈലാറ്? മൈലാറേ മൈലാറ് പേരിച്ചാൽ ഏതെങ്കിലും ഒരു സംഗതി നടക്കുങ്ങേ, അതാണ്ടേ നല്ലത്. നിങ്ങ ഉമ്മയും പാപ്പയും എതിർപ്പില്ലാത്ത സ്ഥിതിക്ക് നാം ഒരു ദിവസം തീരുമാനിച്ച് എല്ലാരെയും വിളിപ്പിക്കാം. അതിനും പിന്നെ മൈലാറ് ശുക്കൂറക്കൂടെ കാര്യം പറവോണം. ഓൻ സമ്മതിച്ചാൽ ഞങ്ങൾക്ക് എതിർപ്പില്ല. ഓങ്ങില്ലി ജീവിക്കേണ്ടത്, ഞങ്ങ ഇല്ലേ ഇല്ലി ഞങ്ങളെ ജീവിതം കഴിഞ്ഞു. ശുക്കൂറക്കൂടെ കാര്യം നാം പറവാം. ഓന വന്ന് നന്നെ കാണുകയെന്ന്. അതുതാ നല്ലത്. അപ്പ കുറ്റം ഞങ്ങളെ ഉറ്റി വരായില്ലേ. അതില്ലേ നിങ്ങൾക്ക് കുടിപ്പാൻ തണുത്തതോ അല്ല ചായയോ?
ഞങ്ങളും പുറപ്പെടുവാണ്ടേ. ഇപ്പ ഏതും വേണ്ട, നങ്ങ നടക്കട്ടെ. അല്ല ഷേക്കുട്ടി, വാ പോവാ. ഹലോ ഹലോ അലിമോളെ ഹസീനായ ആ നിന്നാക്കുള്ളൊരു സന്തോഷമുള്ളൊരു വാക്ക് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. നന്നാ മോൻ ചുക്കൂറ കല്യാണങ്ങില്ലേ മോളെ ഉറപ്പിച്ച് വാങ്ങാണ്ട് അടുത്ത മാസം ഏതായാലും നടക്കും. ഈ കാര്യം ആദ്യം പറയണ്ട നിന്നാക്കുള്ളാണ്ട്. നീ വരാതെ ആകായ മോളെ വരോണങ്ങേ. അല്ല ശുക്കൂറേ അല്ല ബേങ്ങി അവിടെ പോയി കിടന്നിന്. നീ എപ്പോഴും ഉള്ളത് ബാനലോകത്തില്ലേ, എന്നിട്ടാണ്ടേ ചൊല്ലേണ്ടത് ഞാൻ വിളിച്ചേ തിരിഞ്ഞേര്. നാം നന്ന റൂമിനുള്ളു സമാധാനത്ത് സിനിമയും കണ്ട് കിടന്നിനാഞ്ഞ്. അല്ല മോനെ, ഞാൻ നിന്നെ വിളിച്ചത് നീക്കൊരു സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി. ഇന്ന് ചിലപ്പോൾ നമ്മയുടെ ബിരിയാണി ആയിരിക്കും ഇല്ലേ ആയിക്കുനി? റഹ്മാനെ, എപ്പോഴും വേറെ നിറക്കേണ്ടത് പണി തീറ്റ നാങ് എന്നെ പറവാ. അല്ല അതില്ല കാര്യം, നിന്ന കല്യാണം ഞങ്ങ ഉറപ്പിച്ച്. ഉറപ്പിപ്പാ നന്ന കല്യാണം ഇനി ഇളകി കിടന്നിനാഞ്ഞ്. കല്യാണം ഇല്ല ഉറപ്പിക്കേണ്ടത്, നിന്ന തലുള്ള സ്കൂറാണ്ടേ ഉറപ്പിക്കേണ്ടത്. കാര്യം പറയായിക്കുഞ്ഞി, എന്നാ തങ്ക കുടങ്ങി എന്നാ പൊന്നാര ഉമ്മ. അടുത്ത മാസം അവസാനം നിന്ന കല്യാണം നടക്കും. നാം കെട്ടാൻ പോണ്ടത് നന്നാ മുറപ്പൻ സാജിത തന്നെ ഇല്ലേ ആയിക്കുഞ്ഞി? ആ നിന്ന മുറപ്പൻ സാജിത തന്നെ, മാത്രം നീ വഹിക്കേണ്ടത് വേറെ വന്നത്. യായ്ക്കുഞ്ഞീ, ഇതെന്നെ പരിപാടി. സ്നേഹിച്ചതൊന്നിനെ കെട്ടണ്ട വേറെ ഒന്നിനാ നന്നാ കൂടെ ഇച്ചത് വേണ്ടാഞ്ഞ്. അല്ല വന്നെ തന്നെ നിക്ക് കെട്ടിയാൽ കേട്ട് നിൽക്കായ. ശറിയേണ്ട നിങ്ങൾ എന്നാ ഉള്ള കുത്തി നിറച്ച് വെച്ചതല്ലേ? അല്ല കുത്തി നിറച്ച് വൈപ്പാ നീ എന്നെ തലക്കാണിയത്. ഞാൻ ശറിയേണ്ട തന്നെ ആയിക്കുഞ്ഞി എന്നാ കൂടെ ചൊല്ലണ്ടല്ലേ? സാജിത നാക്കുള്ളതെന്ന് നാം സാജിതയ്ക്കുള്ളതെന്ന്, പിന്നെ എന്നെ ഒരു മാറ്റം. അല്ല മോനെ ശുക്കൂറേ, നീ ഇഷ്ടപ്പെട്ടാൽ മതിയാ. നിന്നെ ബൈക്കുണ്ടോ സമ്മതിക്കൊണ്ടാനാ, നിന്നെ മാമൻ സമ്മതിക്കൊണ്ടാനല്ല. യായ്ക്കുഞ്ഞി, മാമനെ കൂടെ മര്യാദയ്ക്ക് വിഷയം പറഞ്ഞിരിക്കൽ അയാൾ നാക്ക് സാജിത കെട്ടിച്ചു തരാഞ്ഞി. ശുക്കൂറേ, ഞാനും നിന്ന വാപ്പയും ഞങ്ങ രണ്ടാളും പോയി അയാളെ പിരെ മര്യാദയ്ക്ക് പറഞ്ഞ് അയാൾ ഒറ്റ കാലിൽ നിന്ന് നന്നെ നിന്ന വാപ്പേ പുലയം പറഞ്ഞാണ് വിട്ടത്. മാമൻ ഒറ്റക്കാല് ഫാൻസും കിട്ടി നിന്ന സമയത്താ നിങ്ങൾ കല്യാണക്കാരെ പറയാൻ പോയത്. അല്ല മോനെ ശുക്കൂറേ, നിന്ന മാമന വാശി അയാളെ മോളെ നിന്നെ വൈപ്പിക്കാന്ന്. അയാളൊന്നും തെറ്റില്ല, അയാൾ വാശി പിടിച്ചേനോ കാര്യമുണ്ട്. അല്ല നീ തിരുവത്ത് വീണിട്ട ഒരു മാടേ കണ്ടെങ്കിലും അങ്ങേ അകറ്റണ്ടി. ഏതായാലും നാക്കൊരു മാസത്തുള്ള ഉദ്യോഗം ഉറപ്പായിട്ട് കിട്ടും. എന്നെ വന്നാലും നങ്ങ കണ്ടുവച്ച പെണ്ണ തന്നെ നിന്നെ വൈപ്പിക്കും. കുടുംബ മഹിമയും ഉള്ള തറവാട്ട് പിറന്ന പെണ്ണിനെ തന്നെ നിന്നെ വൈപ്പിക്കുന്ന. നിങ്ങ പറഞ്ഞ പെണ്ണിനെ നാം കെട്ടിയാൽ ആ പെണ്ണോ ഉണ്ടാകേണ്ട കുഞ്ഞി കേൾക്കായ ബാപ്പ ഒരു പെണ്ണിനെ ചതിച്ച ആളില്ലെന്ന് മാത്രമില്ല, ഉള്ളൊന്നിനെ കൊണ്ട് നടന്ന് വേറെ ഒരു പെണ്ണിനെ നാങ് എങ്ങനെ കെട്ടും? യായ്ക്കുഞ്ഞി ചൊല്ല്. അപ്പൊ നിക്ക് ഉള്ളു വന്നനെ ചോന്നുകൊണ്ട് വേറെ പെണ്ണ വൈപ്പാൻ കളിയായില്ലേ നിന്നെ വാപ്പ വൈറ്റ്. നാക്ക് കളിയായ ആയിക്കുഞ്ഞി, മനസ്സിനുള്ള ഒന്നിനെ കൊണ്ട് നടന്ന് പുറത്ത് വേറെ ഒന്നിനെ കെട്ടോ. അല്ല നീ ഇവിടെയുണ്ട് ബിരിയാണിയും പാട്ടച്ച് പോയി, സമീർ അവിടെയുണ്ട് ആദ്യം ഭയ്യു ബിരിയാണി വാട്ടേരി. നിക്ക് സാധിക്കാത്തത് കൊണ്ടാ, നിക്ക് കളിയോണം. യായ്ക്കുഞ്ഞിക്ക് നാം ഫയ്യു ബിരിയാണി വാട്ടകാരി എങ്ങനെ മനസ്സിലായത്? അല്ല കഴിഞ്ഞ രാവ് നീ വന്ന് നിന്ന വാപ്പയ്ക്ക് അനക്കങ്ങറിയാതെ മെല്ലെ യായ്ക്കുഞ്ഞി എന്ന് പറഞ്ഞ് വിളിച്ച് നീ ഉള്ളൊക്കെ കിടന്നേരി. അപ്പ നാക്ക് മണത്തുക നീ ഫയ്യു വാട്ടച്ച് വന്നേന്ന്. അത് എന്നെ ചങ്ങാതി നിർബന്ധിപ്പാൻ കാലത്ത് നാം ഫയ്യു ബിരിയാണി പാട്ടത്. ഞങ്ങളെ തീട്ടം എപ്പോഴും ഞങ്ങളെ കുഞ്ഞി നിക്ക് നല്ലത് വരോണെങ്കിൽ അല്ല ഞങ്ങ പറഞ്ഞ പെണ്ണിനെ തന്നെ കെട്ടോണെങ്കിൽ ഞങ്ങ എപ്പോഴും കൈ മേലൊക്കെ നീട്ടിക്കൊണ്ടുണ്ട്. നാം പോലെ യായ്ക്കുഞ്ഞി തേട്ടം കേപ്പിയില്ല, പിന്നെ എങ്ങനെ പടച്ചോൻ കേപ്പാം? അല്ല ശുക്കൂറേ, പടച്ചോനും നമ്മ മനസ്സുള്ള കാര്യം എല്ലാം അറിയും. അല്ല ഞങ്ങ കണ്ടുവച്ച പെണ്ണുണ്ടില്ലേ, ആ പെണ്ണിനെ നീ ഒന്ന് കാണ്, എന്നിട്ട് നിന്നെ അഭിപ്രായം ഞങ്ങളെ കൂടെ പറ. യായ്ക്കുഞ്ഞിക്ക് എവിടെയുണ്ട് കണ്ട് ഈ പെൺകുഞ്ഞി? ഞാനും നിന്ന വാപ്പയും നോമ്പിന മാസം പിറന്നാക്ക് കുപ്പായം തുണി എടുപ്പാൻ പോയ സമയം ലുലുണ്ട് ഞങ്ങ കണ്ടത്. ഓളാ മുടി തന്നെ കണ്ടാൽ കാലിലെ ഈട്ട് വലിക്കണ്ട്. ആര് കണ്ടാലും ചൊല്ല നല്ല അടക്കവും ഒതുക്കവും ഉള്ള നല്ല മഞ്ചുള്ള ഒരു പെൺകുഞ്ഞി. ഓളാ മുടിക്ക് തേപ്പാൻ ഓളെ നെയ് വേണ്ടിക്കൊണ്ട് ആ വെള്ളി തന്നെ ഇതിനു പോകും. ഇനി ഓളാ പിറവു 2 തട്ട്, അത് നേരെ കൊട്ടാരം പോലെ. അവ പഴയ തറവാട്ടുകാരില്ല. പിരപെടിപ്പായിക്കൊണ്ട് ഓളാ കോലം കെട്ടുപോകും, ഓളാ മഞ്ചും പോയി പോകും. യായ്ക്കുഞ്ഞി എന്നെ പറഞ്ഞാലും നാം കെട്ടായി അതിനെന്നാ വാശി, അത് ഉറപ്പായിട്ട് നാം കെട്ടാം. ആഹാ, അങ്ങനാണെങ്കിൽ കാച്ചിൽക്കാട് കതീശ പറയേണ്ട വാക്കാണ്ടെങ്കിൽ നന്ന ആങ്ങളെ മോള കല്യാണത്തും പിന്നെ നിന്ന കല്യാണം ഞങ്ങൾ നടത്തും. യായ്ക്കുഞ്ഞി കിടത്തും
ഓളാ കൂടെ ജീവിക്കേണ്ടത് നാങ്ങില്ലേ ബമ്പന് യായ്ക്കുനി ഇല്ലേലോ? അടുത്ത മാസം തന്നെ ഞങ്ങൾ ക്ഷണക്കത്തടിപ്പിക്കും. യായ്ക്കുനി എന്നെ പറഞ്ഞോട്ട് നാങ്ങി കല്യാണത്തും സമ്മതം ഇല്ല നാക്ക് പോരെ. നീ തന്നെ ക്ഷണക്കത്ത് നിന്ന മാമയെ കൈ കൊണ്ടുപോയി കൊടുത്ത് അവള നിന്ന കല്യാണത്തും വിളിക്കണം. അത് കണ്ടെങ്കിൽ നിന്ന മാമൻ നാണക്കേടാകും. യായ്ക്കുനി മാമൻ ഞോട്ടും ഇവിടെ ആരും ഇല്ലയാ. യായ്ക്കുനി പുറത്തൊരു ശുമവന്നിന്. അല്ല ശുക്കൂറെ, അത് നിന്ന മാമ. ഈ ചുമക്കാരങ്ങിപ്പ എന്നും പന്നത് നാ കയ്യാളെ കാണുണ്ടാവും. അല്ല അയാൾ കുറെ കാലം കൂടി വന്നതില്ലേ, നീതം പറയായേ. ഏതെങ്കിലെങ്കിലും നിന്ന മാമ ഇല്ലേ പുറത്തിളച്ചത്. ഉള്ളക്ക് വല്ലാങ്ങ ആങ്ങളെ എന്നും പുറത്ത് തന്നെ നിന്നത്. ചുമച്ച് കഴിഞ്ഞാൽ ഉള്ളക്കവാ അന്തസ്സും മാനവും ഉള്ളൊക്കെ കേറി വരുവാൻ പറ്റിയ കൊട്ടാരങ്ങായി. ഞാനെന്ന് ചൊല്ലേ ഈ ആര് താങ്ങി ബാക്കി പറയേണ്ടത്. നമ്മ വാപ്പ മരിച്ച സമയത്ത് ആണ്ടിനെ ചോറ് ഒരു മാസത്തേക്ക് ഫ്രിഡ്ജിന് വെച്ച് വാട്ടുവെങ്കിലേ, എന്നിട്ട് അന്തസ്സും അഭിമാനവും പറയണ്ട. നാക്ക് നിന്ന പേരെടുത്താ തന്നെ മനം വിരട്ടുണ്ട്. അതില്ലേ ഇത്ര നാളും എവിടാൻ ഇപ്പൊ എന്നും പറഞ്ഞത്. 2-3 നാളുണ്ട് നാം ബാരിക്കണ്ട. ഇവിടെ വരുമോന്ന് വരുവാം. ആങ്ങളെ ഇക്കൊല്ലം തെങ്ങനമേൽ തേങ്ങ ഉണ്ടാ. തെങ്ങിനമേല് തേങ്ങ ഇല്ലാതെ പിന്നെ നെല്ലി മാങ്ങ കഴിക്കണ്ടിയാ. പിന്നെ ഒരു കാര്യം, നന്നാ ചുക്കൂറും നാക്കും അവകാശപ്പെട്ടതാണ്ട് മറക്കരുത്. നാരിയൽ കാപ്പേട് 3-4 കാക്കച്ചേ കൂടുണ്ട്. അത് വേണമെങ്കിൽ എടുത്തോ. എവിടെ നിന്ന ഉൾട്ടാഹുവാ ബച്ച. ചുക്കൂറേ അതിന് മാമ വിളിക്കണ്ട്. മാമൻ തന്നെ വിളിച്ച് എന്നെ ഇതാ കാര്യം. ഉൾട്ടാഹുവാ ബച്ച ഇതറാവോ അവനാ അവോ സുൻസരാ. നിക്ക് ഹിന്ദി അറിയാലേ. വിളിച്ചിന് ഞാൻ. മേരാ ബേട്ടി സാജിദാക്കി കല്യാൺ ഹേ സഞ്ജാക്ക. നീനും നിന്ന ഉമ്മയും വരോണം കല്യാണത്തെ ചോറ് പാടുവാനേ. ആങ്ങളെ ഇച്ചതി നന്നാ മോനാ കൂടെ വേണ്ടാങ്ങ. മാമനെ ഇച്ചതി എന്നാ കൂടെ വേണ്ടാഞ്ഞ്. മേനെ ജൂട്ടാ നഹി കിയാ ബേട്ടാ. സാജിദെ കല്യാണം നടക്കേണ്ട ആ ദിവസം മാമനെ പേരെഴുതി വച്ചു നാം മരിക്കും, അതുറപ്പ്. അല്ല മോനെ ചുക്കൂറെ, നീ സാജിതെ മറന്നുകള. ഇലിക്ക് വേണ്ടി ആരെങ്കിലും ചുരുണ്ടി ഒരു പെണ്ണും വേണ്ടിക്ക് നിന്ന ജീവിതം നീ പൊക്കല്ലാണ്ട്. തൂ കുച്ച് ബി കഹോ. നീ എന്നെ പറഞ്ഞാലും സാജി എനിക്ക് കെട്ടിച്ചതിന്റെ പ്രശ്നമില്ല. തൂ ഭൂൾജാവോ ബേട്ടാ. നീ മറന്നുകള ഓളെ വേറെ ആമ്മക്ക് കെട്ടിച്ചു കൊടുക്കും. തൂ ഓർ തുമാറാ ബേട്ടാ നിർബന്ധ ബരോണു ഹേ. ആങ്ങളെ പൂവാണ്ടി ചായം കുടിയോ? मुझे तुम्हारा चाय नहीं चाहिए, मैं चलता हूँ. കദീഷ 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 നീനാവളെന്നെ അടങ്ങിപ്പന കൂറ്റ് തരുവേലെ 4 മട്ടയും കൂട്ടിക്കോ. നാം എന്നെ അടങ്ങുവാൻ കോളിയത് ഞാൻ ഫാറ്റ് കിടന്നനാണ്. എപ്പ നോക്കിയാൽ കൈശ കൈശ കൈശ. അല്ലി നിന്നെ പിന്നെ എന്നെ വിളിപ്പാൻ കസ്തൂരി എന്ന് വിളിപ്പാനോ അല്ല ലൈല മജുൻ എന്ന് വിളിപ്പാനോ? നിങ്ങൾക്ക് നല്ലത് കസ്തൂരി എന്നോ കസ്തൂരി മഞ്ഞളെന്നോ വിളിക്കണ്ടാണ്. ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിക്ക് വിളിച്ചത്, അല്ലാതെ നിന്ന മഞ്ച് കാണാൻ വിളിച്ചതില്ല. കുറെ കാലം കണ്ടു പേലി നിന്ന മഞ്ച് എങ്ങനത്തെന്നറിയാം. നാം ഓനാ തുണിയും കുപ്പായവും അലക്കണ്ടാണ്, അങ്ങനെ തിരിയാത്തത്. വാഷിംഗ് മെഷീനുള്ള തുണിയിട്ടലക്കും അങ്ങോനും കളിയേ ഊനാ കൈ തേഞ്ഞു പോങ്ങ. പിന്നെ ഓങ്ങെടുക്കേണ്ട പണിയുമല്ലേ. വന്നില്ലി വമ്പന് സബൂറാക്ക്. ഓനാ കല്യാണം കഴിഞ്ഞാലെങ്കിലും ഓ നന്നായി പോകും. ഓനാ തടിയനങ്ങി ഓങ്ങരും ചെയ്യണ്ടി വമ്പനെ. നാ തന്നെ നിലക്കോണം. പിന്നെ ഓങ്ങെടുക്കേണ്ട പണിയുമല്ലേ. അങ്ങനെ സമാധാനിപ്പാ. നാം പിന്നെ നിന്നെ വിളിച്ചത് ഒരു വലിയ കാര്യം പറയാൻ വേണ്ടി വിളിച്ചാല്. അതെന്നെ കാര്യം പമ്പനെ. നന്നെ ഹൈദ്രോസ് മൈലാറ് കാണാൻ പറ്റുന്നാന്. അയാൾ നന്നാ കൂടെ ഇമ്പിച്ച് മോളാ കാര്യം പറഞ്ഞനാന്. ആ ചൊല്ലി നിന്നാ കൂടെ കേട്ടച്ച് തീരുമാനം എടുപ്പാങ്. ബമ്പനെ ഓ നന്നാ കൂടെ കഴിഞ്ഞ രാവും ചൊല്ലണ്ട്. യായിക്കുഞ്ഞി നാം കാരണമെങ്കിൽ സാലിഹ ഈ അവസ്ഥ ആയത്. അത് കാരണം നാക്ക് താൻ തീരെ സമാധാനമില്ല. ഓൻ പണ്ട് ഓളെ സ്നേഹിച്ചതില്ലേ. ഓനും നല്ലത് ഓളെ കെട്ടലാണ്ട്. കാരണം ഒരു പെണ്ണിനെ ഭാവി നഷ്ടപ്പെടുത്തരുത്. ശുക്കൂർ അങ്ങനെ പറവാൻ കാലത്ത് നാം ബായും പിളന്നളച്ചത്. അല്ലേ വമ്പനെ അവളാ പിറക്കാറ് ബേന മനസ്സ് മാറാം പണിയേതും എടുത്തില്ല. അതെല്ലാം നിന്ന തോന്നൽ കദീശ. പടച്ചും 4 മാസത്തേകെ പോലെ ഇല്ലി നടപ്പാ. ആചാരേ നിങ്ങളാ ഇപ്പൊ ലൈഫ് കണ്ടാൽ പുതിയ മാമി മരുവനെ ലൈഫ് പോലെ വരും. മതിയല്ല നിന്ന ബൈസ് തനം. നങ്ങ നിന്നാ പൂക്കണക്ക് എന്നത് ബൈസായ്പങ്ങൾ. നങ്ങ ഇപ്പണം 14. ഇല്ല നിങ്ങ നാം പൈഞ്ചത്തേക്കുള്ള ലൈഫ് കണ്ട് പറഞ്ഞത്. ബമ്പന തീരുമാനം എന്നെ അതുപോലെ നോശീവ. നിങ്ങ കല്യാണത്തെ വിഷയം പറഞ്ഞല്ലോ അച്ചാഞ്ഞി നാം തെറ്റിദ്ധരിച്ചു.
കദീഷ ഓൻ ശുക്കൂറൊന്ന് വിളി, ഓൻ ആ തീരുമാനം അറിവാ. ശുക്കൂറേ ഇതേലാ മോനെ നിന്നെ വാപ്പ വിളിക്കണ്ട്. ഞാൻ നിന്നെ വിളിച്ചല്ല മോനെ, നിന്നെ വാപ്പ വിളിച്ചത് ബാപ്പയ്ക്ക് എന്തോ അറിവാനും കൊണ്ട് നിന്നെ കൂടെ പറവാനും കൊണ്ട്. മോനെ ശുക്കൂറെ, നിക്ക് ഇമ്പിച്ച മോളെ സാൽഹിയെ കെട്ടാൻ ഇഷ്ടങ്ങാ. സാലിഹിയെ പണ്ട് പാട്ടും പാടി കൈതയാറ്റ് പ്രേമിച്ചിലാകിയതില്ലേ? ഇപ്പൊ പറ അഭിപ്രായം. ശുക്കൂറേ, നീ തലയും പാലും ആലോചിച്ചാണ്ട് ഈ നാ തീരുമാനം പറവാങ്ങേ. ഇത് കുട്ടിക്കളിയില്ലേ നിന്ന കല്യാണത്തെ കാര്യം കണ്ട്. ശുക്കൂർ ഉത്തരം പറവാ. ശുക്കൂറെ വരിച്ചത് നിങ്ങൾ ഇന്ന് ചിലപ്പോൾ ഹാദാറ് നമ്മ വിളിപ്പിക്കും. ഈ 6-4 അറിവാ. അസ്സലാമലൈക്കും ആചാരെ. തേടിയ വള്ളി കാലിൽ ചുറ്റിയ പോലെ നാം തേടി വന്ന രണ്ടാളും ഇവിടെ തന്നെയുണ്ട്. ഏത് പള്ളിതാണ് ദീവാനി ആരെ ചുറ്റിയത്? വലൈക്കും ദീവാനി, കാര്യം തന്നെ അത് പറ. ഇന്ന് ഏശാനസ്കാരം കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടക്ക് ഹാദിയാറും ഇമ്പിച്ചിയും വരും. നിങ്ങളെ തീരുമാനം അറിവാം. അത് പറവാൻ തന്നെ വിട്ടത്. അതിനും എന്നെ അവ ബൈറ്റ് ദീവാനി ചായ കുടിച്ചു പോ. ചായ നാക്ക് ഇപ്പ വേണ്ട. ഞാൻ ഇമ്പിച്ചി അവിടെയുണ്ട് കുടിച്ചേച്ചും വന്നത്. ആചാരേ നേട നൂ കൊപ്പര വേലിക്ക് കൊപ്പര ഉറപ്പാ. ഇവിടെ നിന്നാൽ ഇനി ആകാ. ആ നീ നടന്നോട്, നാങ്ങൊന്ന് ഹദായത്തുള്ള ചച്ച ബൈൻ്റെ. ഒരു നോട്ടം കൊണ്ടെന്റെ ഹൃദയമിളക്കി, ഒരു വാക്ക് കൊണ്ടെന്നെ ചെറുകിളിയാക്കി, ഒരുമിച്ച് കഴിയാൻ മനം മണിയറയാക്കി, ഒത്തപ്പോൾ പ്രേമത്തിൻ അടിമയതാക്കി. ഒരു നോട്ടം കൊണ്ടെന്റെ ഹൃദയമിളക്കി, ഒരു വാക്ക് കൊണ്ടെന്നെ ചെറുകിളിയാക്കി, ഒരുമിച്ച് കഴിയാൻ മനം മണിയറയാക്കി, ഒത്തപ്പോൾ പ്രേമത്തിൻ അടിമയതാക്കി. ഇവിടെ ആരും ഇല്ലയാ? യായ്ക്കുഞ്ഞി, യായ്ക്കുഞ്ഞി, ആരുതാ ഞാൻ ബൈൻ്റെ? യായ്ക്കുഞ്ഞി, ഇത് നാ സാലിഹാതെ ശുക്കൂറുകയാ ഇല്ലയാ ഇവിടെ? നാക്കൊന്ന് കാണോണങ്ങാഞ്ഞ്. അല്ലേ ഇതാര്? സാലിഹ മോള. സാലിഹാളാ ഇവന്ന്. ശുക്കൂറേ അല്ല ഇവന്നെ ആർക്കാ നോക്ക്. ആ മോളുടെ കളൈ നാക്ക് കൂടത്തിത്തന പണിയുണ്ട്. ചായ കുടിക്കാതെ നാ കുഞ്ഞി പോകായേ. അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു, അതിനുള്ള വേദന ഞാനറിഞ്ഞു. അന്നു നമ്മൾ കണ്ടതിൽ പിന്നെ ആത്മാവിനാനന്ദം ഞാനറിഞ്ഞു, ആശതന്ദാഹവും ഫക്കീറെ കാണല്ല ഇവരണ്ടാളാ പ്രേമം. എന്നാ കൺമുളച്ചേനെ വയ്യെന്നാ ഇമ്മാതിരിച്ച ഒരു പ്രേമം നാം കണ്ടില്ല. ഇതെമ്മാതിരി പ്രേമം വെറുതെ ഇല്ല ചൊല്ലണ്ട. പ്രേമത്വം കണ്ണും കാതെങ്കില്ലെന്ന്. അല്ല ശുക്കൂറേ, നിക്ക് മാമന മൂളെ കിട്ടിയില്ലെങ്കിൽ എന്നെ നിക്കിത് പോരെ. ഇതാണ്ടേ ചൊല്ലേണ്ടത്. നൂ മറന്നാലും മുഹബത്ത് നമ്മ ഹൽബ് മറക്ക. 102 അവക്ക് സ്വർഗത്തിലെ കട്ടുറുമ്പായി പോകും. ചേക്കുട്ടി പാലാനൂ ഉള്ളക്ക് യായ്ക്കുനി എന്തോ ഹരിക്കണ്ടേ മണക്കണ്ടേ മൂവാ. സാലിഹ, നീ എന്നെ ഇനി മറന്നേലി. നാക്ക് ഈ ലോകത്ത് ശുക്കൂറുകയ അല്ലാതെ ജീവിപ്പാൻ കളിയാ. ശുക്കൂറുകയ എന്നെ കൈവിടായേ. എങ്ങനെ ശുക്കൂറേ, നിങ്ങളെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞവനാ? സാലിഹ എവിടെ? ഷേക്കുട്ടി നിങ്ങ ഒപ്പരം ചച്ച പന. ഞങ്ങ ഒപ്പരേന്ന് ഉറച്ചവ ഞങ്ങ അക്കോ മുക്കോ കളിയും കണ്ടുവ. അല്ല എന്നെ കളി കണ്ട കാര്യം നീ പറയേണ്ടത്. കളിയെന്ന് ചൊല്ലാൽ നല്ല ഹരങ്ങുള്ള കളി. ഇമ്മാതിരി കളി എന്നെ ജനിച്ചിട്ട് നാം കണ്ടേല ആചാരേ. ആചാരേ നൂപേരിച്ച പോലെ ഇല്ലേ സംഗതി? കെട്ടി പെലിഞ്ഞ് കിടന്നിനെ. ഷേക്കുട്ടി നീ കാര്യം പറ.
തെക്കും വടക്കും പറകായി എങ്ങ രണ്ടാളും കൊപ്പരയെന്ന് ഉറച്ചു ബൈൻഡത്തക്ക് സാലിഹയും ചുക്കൂറും കെട്ടിപ്പിടിച്ചോണ്ട് നിന്നിനാചാറേ അത് നമ്മ കൊട്ടാരത്തെ മിറ്റത്ത്. അല്ല ചേക്കൂട്ടി ഫക്കീർ ചൊല്ലത് നേരാല. ആചാരേ എന്നാ ഉമ്മ ഊട്ടിയ മുലപ്പാൽ സാക്ഷി ഞങ്ങ കണ്ടത് സത്യം. ഇപ്പൊ കാറ്റ് മാറി വീശി തുടങ്ങിപ്പനെ ആചാറേ. നിങ്ങ എന്നെ ചൊല്ലാലും നാക്കിത് വിശ്വസിപ്പാൻ കളയാ. ഓന ഉമ്മ കണ്ടേലിയ യായിക്കുഞ്ഞി കൂടത്താഞ്ഞ് പിന്നെ എങ്ങനെ കാണും? കദീഷ കദീഷ നീ ഒന്ന് പുറത്തേക്ക് വാ, നാക്കൊരു കാര്യം കേൾപ്പാവുണ്ട്. ബമ്പനു എന്നു കാര്യം അറിവാങ്ങുണ്ട്. ഈ നാമിറ്റത്തേക്ക് സാലിഹിയാ ബന്നിനിയാ. ആ ബന്നനാന്ന് ശുക്കൂറും അവരെണ്ടാളും വിഷയം പറയണ്ടാന്ന്. ഇപ്പൊ എങ്ങനെ ഉണ്ട് ആചാരേ? എങ്ങ പറഞ്ഞത് സത്യങ്ങായിപ്പേലി. ആ അസ്സലാമലൈക്കും ബാ എല്ലള്ളൈ. വാലൈക്കും അസ്സലാം ആചാരേ. ശുക്കൂറ വിളി അലഭ്യാജ്യതും ബീഡർ കഥിച്ചതും അഭിപ്രായം എന്നെ ഓങ്ങാണ്ടേ ജീവിക്കേണ്ടത്. എന്നാമോൻ ശുക്കൂർക്ക് സമ്മതങ്ങ, ഞങ്ങൾക്ക് 100 വട്ടം സമ്മതം. സാലിഹെ അഭിപ്രായം എന്നെ നാക്ക് ഫല ആലോചനയും പന്നിനിയാഞ്ഞ്. അപ്പ പലരും കള്ളും കഞ്ചാവും MDM ഉപയോഗിക്കേണ്ട ആൾക്കാർ. ഒരു ബീഡി പോലും വലിക്കാത്ത ശുക്കൂറുകയാണ് നാക്ക് നന്ന ജീവനെക്കാളും ഇഷ്ടം. നന്നാമോൾ സാലിഹ ശുക്കൂറ ഇഷ്ടപ്പെട്ട. സാലിഹയ്ക്ക് ശുക്കൂറപ്പോലെ എന്ന ഒരു നല്ല ഒരാള് ഇന്നാട്ടുണ്ട് കിട്ടാമയിലാറെ നാം അന്വേഷിച്ചു. ഇക്കാലത്ത് പല ബാപ്പാമാക്കും അവളാ പെൺമക്കും ഉള്ള പരാതി അവളെ കെട്ടിയോം ലഹരിക്ക് അടിമപ്പെട്ടു പോയനെന്ന്. കാലം മാറിപ്പോയേലി സൂക്ഷിച്ചാൽ ദുഃഖിക്കൊണ്ട. ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഊങ്ങുർത്തങ്ങിലി ഉള്ളത്. ഇപ്പൊ കല്യാണം നടത്തുവാണ് ഞങ്ങൾക്ക് സമ്മതം. കദീഷ നിന്ന പുന്നാരാങ്ങളെ വിളിപ്പേലി. നാം ഫോൺ ചെയ്ത് പറഞ്ഞു. കതിച്ച നങ്ങ നിന്ന ആങ്ങളെ വിളിച്ചിന്. ഷക്കീബ് കേണലിപ്പ വരും. ഇക്കാലത്ത് പല ബാപ്പാമാക്കും അവളാ പെൺമക്കും ഉള്ള പരാതി അവളാ കെട്ടിയോം ലഹരിക്ക് അടിമപ്പെട്ടു പോയി എന്നു. കാലം മാറിപ്പോയാലി സൂക്ഷിച്ചാൽ ദുഃഖിക്കൊണ്ട. നാം പോയി നിങ്ങൾക്ക് ചായ കൊണ്ടുപോയിട്ട് ചേക്കുട്ടി ബായി ഞാനാ കൂടെ. മര്യാറേ നാക്കൊരു വലിയ അബദ്ധം പറ്റിപ്പം. ഓള ആ വാക്കും കേട്ട് നാവൃത്തനെ കെട്ടിച്ച് ഇപ്പം തന്നെ ആ പിരേനെ വിറ്റത്തിൻ്റെ ചെറുപ്പക്കാർ തീരുവേല. അവയെല്ലാം ഈ കഞ്ചാവിനെ പുതുക്കി വേണ്ടത്. നമ്മ പെമ്മക്കളെ കെട്ടിപ്പാൻ പിന്നെ ഓനാക്കുറിച്ച് അന്വേഷിച്ച് ഉറപ്പാദ്യം വരുത്തോണം. സ്ഥാനവും ഓനാ ഉദ്യോഗവും ഓനാ കുടുംബ മഹിമയും കണ്ട് ഭയിപ്പിച്ചാൽ ബഹറ്റ് ചാടിപ്പോകും. എന്നാ പിരെ എന്നും കോണാട്ടും അടിയും ബഹളവും സമാധാനത്തിറങ്ങിയ നാളെത്ര ആയപ്പം നാവോനാ തറവാട്ട് മഹിമയും ഉദ്യോഗം കണ്ട് കെട്ടിച്ചത്. ലഹരി വിരുദ്ധ ക്ലാസും കൗൺസലിങ്ങും നടത്തുക. ചിലർ നന്നായി പോങ്ങാക്കും. മൈലാറെ അടുത്ത വെള്ളാശ ഇക്കാര്യം പള്ളിപ്പറകോണുങ്ങേ. മൈലാരെ നിങ്ങ ചായ കുടി. മുझे മാഫ് കരോ ബഹൻ, മുझे മാഫ് കരോ ബേട്ടാ. നിങ്ങൾ രണ്ടാളും നിന്നാ കൂടെ പൊറുക്കോണം. ശുക്കൂറ മഹത്വം മനസ്സിലാക്കുക നാം ദേശം പാർത്ഥവം. ഏതായാലും ഇക്കല്യാണം നാം നടത്തും. ഇമ്പിച്ചി ഇപ്പ നിങ്ങ തയ്യാറെങ്കിൽ ഇപ്പ കാനൊത്ത് പള്ളി വെച്ചൊന്ന് നടത്താം. മൈലാരെ നിങ്ങ മൂർത്തം നോക്ക്. നാക്ക് തല മേലെങ്കിലും കണക്ക്. നാക്ക് നായികക്ക് 40 വട്ടം. ഇത് സമ്മതം കലവി ഹാജി. 10 മണിക്കും 11 മണിക്കും ഇടക്ക് ഒരു മുഹൂർത്തം ഉണ്ട്. നാട്ടാചാരം തെറ്റിക്കൊണ്ട. അല്ല ചേക്കുട്ടി നീ പുറപ്പാട് പാട്ടുകാരൊന്ന് വിളി. കദീഷ ഫക്കീറെ നിങ്ങ ശുക്കൂറ ഒന്ന് ഒരുക്ക്. ഇമ്പിച്ചി പടച്ചോൻ തീരുമാനിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കും. അതൊരു ഇൻസാനെ കൊണ്ടും തടുപ്പാൻ കളിയാ. ചേക്കൂട്ടി നീ ഉള്ളിൽ പോയി ശുക്കൂർ ഒരുങ്ങിനിയാ വന്ന് നോക്ക്. അവളെ വന്ന് വേഗം പുറപ്പെടുവാങ്ങന്ന് ചൊല്ല്. കാലം വരെ കാത്തിളച്ച നമ്മ മക്കളെ കാര്യം ഇന്ന് നടപ്പാൻ പോണ്ടത്. അൽഹംദുലില്ലാ
നാക്ക് നാം വിചാരിച്ച പോലെ എന്ന മരുമോളെ തന്നെയാണ് ആ കുഞ്ഞിക്ക് കിട്ടിപ്പ. നന്ന ആഗ്രഹം പോലെ നാം കാത്തിളച്ച നന്ന ശുക്രുപോയെ നാക്ക് കിട്ടിപ്പം നാം കാത്തിളച്ച നിക്കാഹം നടന്നപ്പം.